അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ പുതിയ ആൾക്കാരുണ്ടല്ലോ, അവരായിക്കോളൂ. ഇനി ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. ശാന്തി, അവരവിടെ ഇരുന്നോട്ടെ. എന്തായാലും കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഒരാൾ വേണ്ടേ? വേണമെന്നില്ല. പ്രായമായ ഒരു മോനൊക്കെ ഉണ്ട് അവർക്ക്. അതിന് ആ ചെറുക്കനാണെങ്കിൽ ഇവന്റെ അതേ പകർപ്പ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയാതെ പോലും ആശുപത്രി ഭാഗത്തേക്ക് പോരുത്. രണ്ടിനും കൂടെ ഒരുമിച്ച് കണ്ടാലുണ്ടല്ലോ പിന്നെ നാട്ടുകാരെ ഏറ്റെടുത്തോളൂല്ല. എടാ, ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആ ചെക്കനും ഇവനും തമ്മിൽ ഒരു വ്യത്യാസമില്ലേ? ഒരു വ്യത്യാസമില്ല, ടിറ്റു കോപ്പി. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന്റെ ഇവന്റെ ഹൈറ്റൊക്കെ, ഹൈറ്റും വെയിറ്റും എല്ലാം ഒരേപോലെ. ആകെ ഈ മുടിയിൽ മാത്രം കുറച്ച് വ്യത്യാസം. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അതെ. ആ എന്നാ ഇവിടെ പോയി നിൽക്കട്ടെ. ചേച്ചിക്ക് അറിയത്തില്ലേ, ആശുപത്രിയുടെ മണം തട്ടിയാൽ തന്നെ എന്റെ പാതി ബോധം പോവും അല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുള്ളതാ. ആ എന്നാ നീ പൊക്കോ. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ? ഒരു സപ്പോർട്ടായിട്ട് വന്നേക്കൂ. എന്തായാലും എന്നെ ഇനി ആരും നോക്കണ്ട, ഞാൻ അങ്ങോട്ടില്ല. എടാ, നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ആശുപത്രിയിലേക്ക് എന്നല്ല ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. സുഭാഷ കണ്ടിട്ട് പോയേക്കുന്നേ. എനിക്കാണെങ്കിൽ ഇതിന്റെ മോന്ത കാണുമ്പോ മതിലെ പിടിച്ചിട്ട് ഒരയ്ക്കാനാ തോന്നുന്നു. മാറങ്ങോട്ട് മാറ്. ഇപ്പൊ ഒരു ഐശ്വര്യം വന്നിട്ടല്ലേ? സുന്ദരൻ നോക്കി രസിച്ചോ. ഇനി ഇത് മതി നിന്റെ ലുക്ക്.